നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിരിക്കുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ മാസം ലാസ്റ്റായിരുന്നു മസ്റ്ററിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പെൻഷൻ മസ്റ്ററിങ് എല്ലാ ആളുകളും പെൻഷൻ വാങ്ങുന്ന 1600 രൂപ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക. ഈ വീഡിയോ ചെയ്യുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജൂലൈ 4-5 തീയതികളിൽ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുകയില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അക്ഷയയിൽ നിന്ന് മസ്റ്ററിങ് ലഭിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ജൂലൈ 6 മുതൽ ആഗസ്റ്റ് ലാസ്റ്റ് വരെ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും. അതിനുമുമ്പായി എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കുക. ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. മസ്റ്ററിങ് പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. പിന്നീട് വളരെ 2-3 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇനി പുനർവിവാഹിത ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ്, അവർക്ക് 60 വയസ്സായിട്ടില്ലെങ്കിൽ പുനർവിവാഹിത ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളിയ ആളുകളുണ്ട്. വീട് 1000 സ്ക്വയർ ഫീറ്റ് മേലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ വീട്ടിൽ AC ഉള്ള ആളുകൾ, 4 വീലർ വാഹനമുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളിയ ആളുകളുണ്ട്. അവർക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തള്ളിയതെന്ന് നോക്കിയതിന് ശേഷം അവർക്ക് അപ്പീൽ ചെയ്യാൻ സാധിക്കും. അത് പഞ്ചായത്ത് പെൻഷൻ ബോർഡിൽ നിന്ന് സെർച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അവർക്ക് പെൻഷൻ അനുവദിക്കും. ഈ ഒരു സംഭവങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പെൻഷൻ തള്ളിയത്, അല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ, പുനർവിവാഹിത ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ബാധകമാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. വെബ്സൈറ്റിൽ പെൻഷൻ തിരച്ചിൽ എന്ന സൈറ്റിൽ പോയി നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതിൽ കാണിക്കും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ തള്ളിയത്, അല്ലെങ്കിൽ ഈ മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും അതിൽ അറിയാൻ സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സാധിക്കും. അതിൻ്റെ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ലഭിക്കാൻ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. ഇനി പുതിയ വീഡിയോസുമായി കാണാം. നന്ദി.